എടുത്തോ. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് കുറേ നാളായിട്ടും നീണ്ടു പോയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ഇടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ചെയ്യുന്നത്. ചിക്കു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഷുട്ടുപ്പിന്റെ ഒരു ബർത്ത്ഡേ ഹോൾ വീഡിയോ ആണ്. ഡ്രസ്സസും കുറച്ച് ചില്ലറ സംഭവങ്ങളൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഏതിലൊക്കെയാണ് പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ചെയ്യണം, ബർത്ത്ഡേന്റെ പിറ്റേ ദിവസം തന്നെ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഹോസ്പിറ്റലും അതും ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബിസി ആയിപ്പോയി. ഇന്ന് തന്നെ എനിക്ക് തീരെ വയ്യ, ഞാൻ പീരീഡ്സ് ഒക്കെ ആയിട്ട് നല്ല ടയേർഡാണ്. പക്ഷെ ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത ബർത്ത്ഡേ ഒക്കെ ചെയ്യലുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നേക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച്, അതായത് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ഞാൻ കാണിച്ചു തരാം. കളിക്കണം. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഞാൻ കണ്ടുപിടിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ കണ്ട് ഞാൻ മീഷോന്ന് ഫൈൻഡ് ചെയ്ത കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളുമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വളരെ ചീപ്പ് റേറ്റ്സിന് എനിക്ക് കിട്ടിയില്ല, പക്ഷെ നല്ല സാധനങ്ങളായിരുന്നു. ഞാൻ ഇത്രയും ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഓൾറെഡി ഒരു രണ്ട് ഡ്രസ്സ് ഞാൻ വെയർ ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ബാക്കിയൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ മോശമില്ലാത്ത ക്വാളിറ്റീസ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ ഡ്രസ്സസ് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഞാനെല്ലാം ഒരു കോട്ട് സെറ്റ് പോലത്തെ സംഭവങ്ങളെ ഇവക്ക് വാങ്ങിയിട്ടില്ല. സിംഗിൾ ഫ്രോക്കൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, കാരണം ഇവക്ക് ഫ്രോക്കുകൾ അത്ര ഇഷ്ടമല്ല, അത്ര വെയർ ചെയ്യാൻ താല്പര്യം കാണിക്കാറില്ല. വേണ്ടെന്ന് പറയാം. അങ്ങനത്തെ നെറ്റ്, അങ്ങനത്തെ വർക്കുള്ള സംഭവങ്ങള്, പിന്നെ അങ്ങനത്തെ കുത്തുന്ന പോലത്തെ ഡ്രസ്സസ് ഒന്നും പുള്ളിക്ക് താല്പര്യമേ ഇല്ല. അതുകൊണ്ട് എല്ലാം കുറച്ച് കോട്ട് സെറ്റ്സ് പോലത്തെ സംഭവങ്ങൾ. ആദ്യം വരുന്ന ഡ്രസ്സ് ഇതാണ്. പിന്നെ ഈ ഒരു ഷോർട്ട് ടോപ്പും പിന്നെ ഈ ഒരു ട്രൗസറും വരുന്നത്. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷുട്ടുപ്പിക്ക് ബർത്ത്ഡേന്റെ ദിവസം രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കിട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോ എൻ്റെ കയ്യിലില്ല, ഇവളുടെ എൻ്റെ കൂടെ ഉള്ളതുള്ളത്. അത് ഞാൻ എന്തായാലും ഇവിടെ അറ്റാച്ച് ചെയ്ത് കാണിക്കാം. ഭയങ്കര രസമാണ്. എന്താ പറയുക, കളറൊന്നും പോകുന്നില്ല കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത് കഴിഞ്ഞ സംഭവം. കളറൊന്നും പോകുന്നില്ല, ഒരു പ്രശ്നവുമില്ല. നല്ല കോട്ടൺ, ഫുള്ളി ഒരു കോട്ടൺ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, എല്ലാവരും ഓരോ കാര്യത്തിൽ ബിസിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാ. അപ്പൊ ഇത് നല്ലൊരു സംഭവം, നല്ല കോട്ടൺ ഡ്രസ്സായതുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഈ ഷോർട്ട്സും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ കാണിക്കുന്ന എല്ലാം ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സുകളാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വരുമ്പം ഇതുപോലെ തന്നെ ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക് മീഷോന്റെ അകത്ത് നിന്ന് വരുന്ന ഡ്രസ്സുകൾ. പക്ഷെ നല്ല ക്വാളിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ക്വാളിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡൗട്ട് വെച്ച് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എല്ലാ ഡ്രസ്സും ഒന്നിനൊന്നും മെച്ചം തന്നെയായിരുന്നു. അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഞാൻ പിന്നെയും കാണിക്കാം. പിന്നെ വരുന്നത് ഒരു ഷോർട്ട്സും ഒരു ചെറിയ ടോപ്പും വരുന്ന ഡ്രസ്സ് തന്നെയാണ്. ഒരു നല്ല ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന. ഇത് ഞാൻ ഒരു പ്രാവശ്യം ആൾക്ക് ഇട്ട് കൊടുത്തു. ഒരു കല്യാണത്തിന് നമ്മളൊരു റിസപ്ഷന് പോകുന്ന സമയത്ത്. നല്ല കുട്ടിയായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം ഇടിയുണ്ടായിരുന്നു, അത് അപ്പൊ തന്നെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു എന്താ പറയുക, ഒരു കൊറിയൻ ടൈപ്പ് ഓഫ് കഴുത്തൊക്കെ വരുന്ന ഒരു നല്ല ടോപ്പാണ്. ഇതാണ് അതിന്റെ ഒരു ബോട്ടം എന്ന് പറയുന്ന സംഭവം വരുന്നത്. നമ്മളൊരു ബ്ലൂ സാധാരണ ജീൻസ് വിത്ത് ഇങ്ങനത്തെ ഒരു ലേസ് വരുന്നുണ്ട്. താഴെ ഫുൾ ഇങ്ങനെ ലേസ് വരുന്നുണ്ട്. ഇതും നല്ല ഇതൊക്കെ പെർഫെക്റ്റ് ഒരു ഡെനിം പോലത്തെ സംഭവം തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു നൈസ് നമ്മുടെ ബനിയൻ ക്ലോത്ത് വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ തപ്പി നോക്കട്ടെ, ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത്. കല്യാണത്തിന് പോവാം. ഇനിയുള്ള ഡ്രസ്സ് ഞാൻ ഇവർക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. എന്താ പറയാ, ഇതും നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റ് തന്നെയാണ് വരുന്നത്. ഒരു നല്ലൊരു ലൈറ്റ് ബ്ലൂവിൽ വരുന്ന ഇങ്ങനത്തെ ഒരു സെറ്റാണ്. ഇതിനും ഈ ഒരു സാധനം ഉണ്ട്, ഇത് പറിച്ച് കളയുമെന്ന് എനിക്കറിയില്ല. ഇതാണ് അതിൻ്റെ ഒരു ടോപ്പ് വന്നിട്ട്, ഇതാണ് ബോട്ടം വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ക്യൂട്ട് പാർട്ട് എന്താ വെച്ചാൽ, ചുട്ടിന് അമ്മ ഒരു സാധനം തരാം. അത് ചുട്ടിന് ബാഗ്, ഇതിനിങ്ങനെ ഒരു സംഭവം സൈഡ് ബാഗൊക്കെ വരുന്നുണ്ട്. നല്ല ക്യൂട്ടാണ്. ഇതാ ബാഗ് ഇട്ടിട്ട് പോയിക്കോ. ബാഗ് വേറെ വഴിയില്ല. ഇത് ഞാൻ ഇതുവരെ ഇവക്ക് വെയർ ചെയ്തിട്ടില്ല.
ഇട്ട് നോക്കണം. ഇട്ട് ജസ്റ്റ് നോക്കി ഞാൻ പാകാണോ എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് മീഷോയിലാകുമ്പം നമുക്ക് പറയാൻ പറ്റില്ല, സൈസ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അങ്ങനെ ഒന്നും ആവില്ല, ഒന്നും ആവാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. പിന്നെ പോളിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എന്ത് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഇതിന് പറയാൻ എനിക്കറിയില്ല. കുറച്ച് ഒരു റിബ്ഡായിട്ടുള്ള പോലത്തെ ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയൽ. എന്തായാലും ഒന്നും ആകാൻ പോകുന്നില്ല, കളറും പോവില്ല. സെയിം കളറിൽ തന്നെ നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതും ഒരു സാധാരണ നോർമൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കോഡ് സെറ്റ് ആയിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി കണ്ടപ്പോൾ. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇതാ ഈ ഒരു ബനിയൻ ടോപ്പ്, ഒരു ടെഡിയുടെ പ്രിന്റ് വരുന്നത് വിത്ത് ഈ ഒരു ട്രൗസേഴ്സ്. ഇതും ഞാൻ ഇതുവരെ വേറെ ഇത് കൊടുത്തിട്ടില്ല. ഇതാണ് ആ ഒരു എന്താ പറയാ നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഒരു പ്യുവർ ബനിയൻ മെറ്റീരിയൽ സംഭവം. ഇങ്ങനെ കളർ പോവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള വേറൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നത്. ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട്. ഇത് ശരിക്കും പോക്കറ്റ് അല്ല, ഈ ഒരു പ്രിന്റ് പോക്കറ്റ് ഷേപ്പിൽ അവരിവിടെ വെച്ചേക്കുന്ന. അതുപോലെ തന്നെ ഈ സംഭവം പോവോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. ചിലപ്പോൾ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാം ബിലോ 500 റേഞ്ചിൽ വരുന്ന ഡ്രസ്സസ് ആട്ടോ. ഇതെല്ലാം തന്നെ അത്ര റേറ്റ് ഒന്നുമില്ല. ആ ഒരു റേഞ്ചിൽ വരുന്ന ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എടുത്തതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട അടുത്തൊരു ഡെനിഗ്രി സെറ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതെനിക്ക് ഞാൻ വലിയ ഈ സാധനം തന്നെ വരുമോ എന്ന് തന്നെ സംശയിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം. പക്ഷേ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ജീൻസ് ആണ് ഡെനിഗ്രി ആയിട്ട് പുറത്തുള്ള സ്കേർട്ടായിട്ട് അല്ല, നമ്മുടെ പുറമേ ഉള്ള സംഭവമായിട്ട് വരുന്നത്. ഇതൊരു ഫുൾ ഒരു പാൻസ് ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു ലവ് ബ്ലാക്ക് പ്രിന്റഡ് ടീഷർട്ടാണ്. ഇത് ഞാൻ ഷൂട്ടിന് ഇട്ട് കൊടുത്തു ഓൾറെഡി. ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ 2 ഇയേഴ്സിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതിന് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ യൂട്യൂബിലിട്ട പോസ്റ്റ് ശ്രദ്ധിച്ച ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള നല്ലൊരു പ്യുവർ എന്ന് പറയാൻ നല്ല ക്വാളിറ്റിയുള്ള സംഭവം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചേക്കുന്നതാണ്. കാരണം അന്ന് ജസ്റ്റ് ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തുനിന്നൊന്ന് ഇട്ട് 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ശരിക്കും പ്യുവർ ജീൻസ് ആണ് വരുന്ന സംഭവം. അതുകൊണ്ട് ഇതും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ഞാൻ എന്തായാലും ഒരെണ്ണം ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവളുടെ സൈക്കിളാണ്. അതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പം അത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 1 2 3 4 5 സെറ്റ് ഓഫ് ഡ്രസ്സസ്. ഇതാണ് നമ്മൾ ഷുട്ടൂന് ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് എന്ന് വാങ്ങിച്ചു കൊടുക്കട്ടെ. ഇതും ഞാൻ ഓൾറെഡി ഇട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഇത് നമ്മുടെ ഇവിടുന്ന് ഏച്ചിയും ഏട്ടനും കൂടിയിട്ട് ഷുട്ടൂന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ്. ഇതും ഒരു ഡെനിഗ്രി ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. പക്ഷെ ഡെനിഗ്രി ഫ്രോക്കാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബനിയൻ വരുന്ന സംഭവം. ഇത് അവരെവിടെ നിന്ന് മേടിച്ചതെന്ന് എനിക്കറിയില്ല, എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് അറിയില്ല. ഇവൾക്ക് കൊടുത്തു വിട്ടു, ഞാനത് ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ആ ഒരു ഡ്രസ്സ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആൻഡ് വൈറ്റ് ഒരു ടീഷർട്ട് വരുന്നതാണ്. ഉള്ളിലുള്ളത് പ്യുവർ ബനിയൻ ക്ലോത്ത്, കോട്ടൺ ബനിയൻ ക്ലോത്ത് വരുന്ന, പുറത്തത്തെ ഒരു റിബ്ഡ് പോലത്തെ ഒരു സോഫ്റ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഷുട്ടിപ്പിക്ക് ഇട്ടിട്ട് ഞാൻ എന്തായാലും ഫോട്ടോ ഞാൻ സൈഡിൽ ഇവിടെ കാണിക്കാം. ഇത് എടുത്തിരിക്കുന്ന ഒരു 24 to 39 മീഡിയം എന്ന് പറയുന്ന സൈസാണ് ഉള്ളത്. ഇവിടുന്ന് വാങ്ങിയെന്നൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയാത്ത. ഓ അത് കാണിക്കാം വെയിറ്റ്. അപ്പം ഇതാണ് ഷുട്ടിൻ്റെ അടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയിലൊരു ഫ്രോക്കാണ്. പൊതുവേ ഇവള് ഈ സംഭവം ഇടാൻ അത്ര താല്പര്യം കാണിക്കാറില്ല, പക്ഷെ ഇത് നല്ല ഇഷ്ടപ്പെട്ട ആൾക്ക് നല്ല പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അടുത്തൊരു 6th ഡ്രസ്സ് വരുന്നത്. പിന്നെ ഉള്ളത് ഇത് ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തതാ, പക്ഷെ ഇതിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. ഇത് നമുക്ക് ബീനാൻഡി, ഇവിടുന്ന് ബീനാൻഡി ഷുട്ടൂന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു, ഇതും ഇവൾക്ക് ഇങ്ങനത്തെ സംഭവമാണ് ഇഷ്ടം എന്ന് അറിയുന്നതുകൊണ്ട് അധികം ആൾക്കാരും ഇങ്ങനത്തെയാണ് ഡ്രസ്സ് ഇവൾക്ക് വാങ്ങിക്കുന്നത്. ഇതായിരുന്നു ട്രൗസർ, നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഷോർട്സ്, നല്ല ഭംഗിയുള്ള ഒരു ഷോർട്സ് ആയിരുന്നു.
പിന്നെ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. ഉള്ളിലൊരു വൈറ്റ്, പ്യൂർ വൈറ്റ് ഒരു എന്താ പറയുക, ഒരു ടീഷർട്ട് പ്ലസ് ഒരു പിസ്ത ഗ്രീൻ തന്നെ ഗ്രീൻ ടൈപ്പ് ഓഫ് ജാക്കറ്റും വരുന്നുണ്ട്. ഞാനിത് അന്ന് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് അന്ന് ഫോട്ടോ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ അടുത്തൊരു ഡ്രസ്സ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാ ഡ്രസ്സും ഒന്നിനൊന്ന് മെച്ചാണെന്ന് തന്നെ പറയാം. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു കൈൻഡ് ഓഫ് പാർട്ടി വെയർ, കുറച്ച് ഞാൻ ഇതുവരെ ഷുട്ടൂന് വാങ്ങിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് സംഭവം. നല്ല രസമുണ്ട്. ഇത് നമുക്ക് പ്രിയമ്മ, അതായത് എൻ്റെ സിസ്റ്റർ ഇൻ ലോന്റെ അമ്മ ഷുട്ടൂപ്പിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഞാൻ ഇവർക്ക് ഇതുവരെ എടുത്തിട്ടില്ല സത്യം പറയാ വെച്ചാൽ. ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കല്യാണോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പം ഇട്ട് കൊടുക്കണം എന്തായാലും. ഇതാണ് ടോപ്പ് വരുന്നത്. നല്ലൊരു കളറുമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ട്. പിന്നെ ഈ ഒരു ഫുൾ സ്കേർട്ടും വരുന്നുണ്ട്. ഫുൾ സ്കേർട്ടാണ്, ഫുള്ള് അല്ല, ഒരു നമുക്ക് നീലത്തിനും താഴെ നിൽക്കുന്ന നല്ലൊരു സ്കേർട്ടാണ് സംഭവം. കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തന്നെ വന്നിട്ട് ഇതൊരു ബൗൺസ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ, ഇങ്ങനെ പഫായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ടോപ്പാ ഇവിടെ വരെ ഇങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്കേർട്ട് നോക്കട്ടെ പിടിച്ചു തരാൻ പറ്റുമോ. ഇതിൻ്റെയും ഫോട്ടോ ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഇതാണ് ആ ഒരു സംഭവം വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇയാൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് സംഭവം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അന്ന് ഇടാൻ ഭയങ്കര മടി കാണിച്ചിരുന്നു. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് നമ്മുടെ മെയിൻ ബർത്ത്ഡേ ഡ്രസ്സസിലേക്കാണ് കടക്കാൻ പോകുന്നത്. ബർത്ത്ഡേ ഡ്രസ്സ് ആക്ച്വലി ഞാൻ വേറെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇപ്രാവശ്യം ഒരു കൊക്കോമെലൺ തീമാണ് ഞാൻ ആദ്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇവള് ഭയങ്കര കൊക്കോമെലൺ ഫാനാണ് ഷുട്ടുപ്പി. അപ്പോൾ നമ്മൾ കൊക്കോമെലൺ തീമിൽ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഹോപ്പ് സ്കോച്ചിന്ന് വേറെ ഒരു ഡ്രസ്സ് ഞാൻ കണ്ടുവെച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അതായിരുന്നു ഞാൻ ഫസ്റ്റ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെനിക്ക് അങ്ങനെ ഭയങ്കര ഒരു തൃപ്തി തോന്നിയില്ല. അപ്പോഴാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്ററിലോ, അവള് UK അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ നല്ല പാർട്ടി വെയർ ഡ്രസ്സസ്, അവിടുത്തെ കുട്ടികളുടെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അളവ് അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ ചെസ്റ്റിന്റെ അളവൊന്നും എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കാരണം ഇവിടുത്തെ 1 year old എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചും കൂടി സൈസ് മാറ്റമുണ്ട്. അവിടെ ഒരു 6 months ഒരു 8 months ഒക്കെ ഉള്ള കുട്ടികൾക്ക് 1 year old സൈസ് ഇവിടുന്ന് ഇടാൻ പറ്റും. അങ്ങനെ അവിടെ കുറച്ചും കൂടെ വലിയ സൈസുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവളുടെ ചെസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അളന്നിട്ട് എടുത്തു കൊടുത്തു. അപ്പോൾ 1 year old ഡ്രസ്സാണ് ഇവർക്ക്. നാട്ടിൽ നമ്മൾ 2 to 3 year old ഞാൻ അവൾക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ആണ് നമ്മൾ 1 year old വാങ്ങിച്ചിട്ടാണ് എനിക്ക് ഫ്രോക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. 2 ഫ്രോക്കും ഉണ്ട്, അതുപോലെ തന്നെ നല്ല 2 പ്ലേ ബുക്കും ഉണ്ടായിരുന്നു. നല്ല യൂണിക്കോണിന്റെയും ഒരു പെപ്പെ പിഗ് ആണെന്ന് തോന്നുന്നു, പെപ്പെ പിഗിന്റെയും നല്ല സ്റ്റോറി ബുക്സ് പോലത്തെ സംഭവം വലിയതുണ്ടായിരുന്നു. പക്ഷെ ഞാനത് നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണിച്ചു തരാം. വേറെ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇവക്ക് ഇപ്പം 2 വയസ്സായിട്ടല്ലേ ഉള്ളൂ. ഇവളത് എടുത്തിട്ട് കീറിക്കളയാന്നല്ലാണ്ട് ഒന്നും നോക്കുന്നോ പഠിക്കുന്നോ അല്ല വായിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ആ യൂണിക്കോൺ ഇങ്ങനെ പറിച്ചു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പതുക്കെ എടുത്ത് പെട്ടിയിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് ആകുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. പെപ്പെ പിഗിന്റെ കൂടെ തന്നെ വേറൊരു നമ്മൾക്ക് എഴുതിയിട്ട് വായിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്ലൈറ്റ് ഇല്ലേ, അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ കൂടെ എന്തായാലും ഞാൻ ആഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. അപ്പം ഇതാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവിടെ ഫ്രില്ലൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ്. ഫുൾ ഓഫ് ഒരു യൂണിക്കോൺ കളർ എന്ന് പറയാം. ഇത് മൊത്തമായിട്ട് വരുന്ന യൂണിക്കോൺ കളറാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ നമ്മൾ യൂണിക്കോൺ തീമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഡ്രസ്സ് ഞാൻ ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് ഇട്ട് കൊടുത്തില്ല. കാരണം വെച്ചാൽ ഏകദേശം സെയിം കളർ പാറ്റേൺ ഉള്ള ഡ്രസ്സായി പോവും. അതുകൊണ്ട് ഞാൻ ഇത് അതിനിട്ടിട്ടുണ്ടായിരുന്നില്ല അവൾക്ക്. അപ്പൊ ഇതാണ് ഒരു ഡ്രസ്സ് വരുന്നത്. ബാക്കിൽ നല്ലൊരു കട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ബോ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഒരു ഫസ്റ്റ് ഡ്രസ്സായിട്ട് ഫോട്ടോഷൂട്ടിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് മറ്റേ ഡ്രസ്സും. അതിന് 2 ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇപ്രാവശ്യത്തെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്ക് വന്നിട്ടുള്ള ഒരു മെയിൻ ഡ്രസ്സ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയും ഉണ്ടായിരുന്നു ഇട്ടിട്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് ഞാൻ പ്രോപ്പറായിട്ട് പുറത്തു പോകുമ്പോൾ ഇട്ടിട്ടില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വന്നിട്ടില്ല, ഞാൻ ഈ സംഭവം എനിക്ക് കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഫോട്ടോസ് ഒക്കെ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സും ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഡ്രസ്സും
കുറച്ച് എനിക്ക് എൻക്വയറി വന്നിട്ടുള്ള ഡ്രസ്സസാ. അവിടെ പൊന്നെ അതുവായി ലോക്കല്ല. ഇതാണ് നമ്മൾ ബർത്ത്ഡേക്ക് ഷൂട്ടിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ കളർ ഡ്രസ്സ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളർ ഫുള്ള് ബട്ടർഫ്ലൈയും കുറേ എന്താ പൂക്കളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സ്. ഇതൊട്ടും വെയിറ്റ് ഇല്ല കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റാ. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഈ എന്താ പറയുക, ഈ ഇംഗ്ലീഷുകാർ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കുന്ന കണ്ടിട്ടില്ല, അതുമാതിരിയത്തെ ഒരു ഡ്രസ്സായത്. നല്ല എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറാന്ന് പറഞ്ഞു. ഇവിടുന്ന് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഷെയ്ഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഓപ്പൺ സ്ലീവ്ലെസ് ആണ്, ഒരു ബട്ടർഫ്ലൈ എന്താ പറയാ സ്ലീവ്സ് വരുന്ന പോലത്തെ ഒരു ഡ്രസ്സ്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ബാക്കിലാണ്. വലിയൊരു ബട്ടർഫ്ലൈ ഉണ്ട് പിന്നില്. ഇതായിരുന്നു ഇവള് ബർത്ത്ഡേക്ക് വെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറുമാണ്. ഇവൾക്ക് ഞാൻ ഇതുവരെ എടുക്കാത്തൊരു കൈൻഡ് ഓഫ് ഷെയ്ഡിലുള്ള കളറാണ്. അധികം ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ചുട്ടുവിടാറുള്ളത്. പക്ഷെ ഇത് നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനതൊരു വൈറ്റ് ഷൂസിന്റെ കൂടിയാണ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം ആക്സസറീസ് ഒന്നും കൊടുക്കാണ്ട് മിനിമൽ ഇവളുടെ കയ്യിലുള്ള ഒരു കുറച്ച് കുഞ്ഞി ഗോൾഡ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ഫോട്ടോ ഞാൻ എന്തായാലും ഇവിടെ സൈഡിൽ കൊടുക്കാം. അതിന് പിന്നെ കുറെ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയുണ്ടാവും ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന യൂണിക്കോണിൻ്റെ ബുക്ക് കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അടുത്ത കുട്ടികളൊക്കെ പിന്നെ മോസ്റ്റ്ലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നതാണല്ലോ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഈ യൂണിക്കോണിൻ്റെ ഇപ്പോൾ ഉന്തി വരുന്ന സംഭവം ഉണ്ടല്ലോ, അതൊന്നും ചുട്ട് വെക്കുന്നില്ല, എല്ലാം പറിച്ച് കളയുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ നശിപ്പിച്ച് കളയണ്ട, കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് കുറച്ചൊരു ഇതെന്താ സംഭവം അത് കളയരുത് എന്നൊക്കെയുള്ള ഒരു ബുദ്ധി വരുന്ന സമയത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതുപോലെ തന്നെ പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ നമ്മൾ ഇത്രയും ദൂരം വെറുതെ കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്ത് ഇങ്ങ് കൊടുത്തു വിട്ടിട്ട് വെറുതെ നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാം കുറേ കുട്ടി കുട്ടി സ്റ്റോറീസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ അവൾക്ക് വായിച്ചു കൊടുക്കണം. പക്ഷേ അതൊക്കെ മനസ്സിലാവുന്ന ഒരു ടൈം ആകുമ്പം എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതുപോലെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഇത് പെപ്പെ പിഗിൻ്റെ സ്റ്റോറി ബുക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ നമ്മുടെ മാജിക് സ്ലേറ്റ് ഉണ്ടല്ലോ, അത് വരുന്നുണ്ട്. എഴുതിയാൽ മായ്ക്കാൻ പറ്റുന്ന സംഭവം. അതും അവൾക്ക് ഓൾറെഡി ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്. അപ്പം ഇതും കൂടെ ഒന്നിച്ചെടുത്ത് നശിപ്പിച്ച് കളയണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അതുപോലെ തന്നെ വെച്ചേക്കുന്നതാണ്. ഇതിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് പെപ്പെ പിഗിൻ്റെ. അപ്പം അത് ഒക്കെ മനസ്സിലാവുന്ന ഒരു ടൈം ആകുമ്പം എടുത്തിട്ടെല്ലാം ഒന്ന് വായിച്ചു കൊടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുപോലെ തന്നെ എടുത്ത് പെട്ടിയിൽ വെച്ചിട്ടാണ് ഉള്ളത്. എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കളയുന്നതിനോട് വലിയ താല്പര്യമില്ല. എല്ലാം അതുപോലെ നല്ല വൃത്തിയിൽ കൊണ്ടുവെക്കണം. പിന്നെ കുട്ടികളാണ് എന്തായാലും നശിപ്പിക്കും അറിയാം. എന്നാലും കുറച്ചും കൂടെ അവൾ കെയർ ചെയ്യുന്നൊരു ടൈം ആകുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അവളുടെ മമ്മ. മാമീനെ അവൾ മമ്മ എന്നാണ് വിളിക്കുന്നത്. മമ്മ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്ന സാധനം എന്ന് പറയുന്നത്. ഷുട്ടുന്റെ തത്തേനെ കണ്ടു ഗായ്സ്. ഷുട്ടുപ്പിന്റെ തത്തപ്പെണ്ണിനെ കണ്ടോ ചോദിക്ക്. ഇതിന്റെ പേരെന്തേനു? അത് നിന്റെ പേരല്ലേ ജാൻവി? തത്തന്റെ പേരെന്തേനു നമ്മൾ ഇട്ടത്? നമ്മൾ മറന്നുപോയി ഗൈസ്. കുറെ ടോയ്സ് ഉള്ളതുകൊണ്ട് കുറെ പേരുള്ളതുകൊണ്ട് നമ്മൾ മറന്നുപോയി. ചിക്കു ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ചിക്കു അല്ലേ? ചിക്കു 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 ടിക്കു 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 ടിക്കു. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ചുട്ടുപ്പിക്ക് ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി ഞാൻ വ്ളോഗിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് എനിക്കൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാനുണ്ടായിരുന്നു. കാരണം ആ പരിപാടിക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നില്ലേ? അത് കണ്ടു. ഇഷ്ടം പോലെ ഡ്രസ്സും ഉണ്ടായിരുന്നു. ആ ബർത്ത്ഡേ കിട്ടിയ ഡ്രസ്സ് ഞാൻ ഇപ്പോഴും ഇടാണ്ട് കുറേയൊക്കെ ബാക്കിയുണ്ട്. കാരണം കുറച്ച് വലിയ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഇപ്രാവശ്യം പക്ഷെ നമ്മൾ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള നമ്മൾ ഫാമിലി മാത്രമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഫംഗ്ഷൻസാ. കാരണം ഇവിടുന്ന് ഏച്ചുവേട്ടനും ഉണ്ടായിരുന്നില്ല, എൻ്റെ വീട്ടിൽ നിന്നും ബ്രദറും അവനും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ അധികം ആരും വിളിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഫാമിലി മാത്രം നടത്തിയിട്ടുണ്ടായിരുന്ന ഫംഗ്ഷനാ. അതുകൊണ്ട് ഇത്രയൊക്കെ സാധനങ്ങൾ കാണിക്കാനുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ വളരെ കുറച്ചൊരു ചെറിയ ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും എന്തായാലും വീണ്ടും നമ്മുടെ വീഡിയോസൊക്കെ കാണാം. പ്ലീസ് ഡു സപ്പോർട്ട് അസ്. അടുത്ത നമ്മുടെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. See you.
ഐ ലവ് യു ഹാർട്ട് കൊടുത്ത് ഹാർട്ട് ഹാർട്ട്. ഓക്കെ എല്ലാവർക്കും ബൈ ബൈ.